നമസ്കാരം, പെല്ലൗസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് പൊയ്യയിലുള്ള അരുണിൻ്റെ ഗപ്പി ഫാമിലി വിശേഷങ്ങളാണ്. അരുൺ ഗപ്പി ഫാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, തുടക്കക്കാരനാണ്. അപ്പോൾ ഒരു 6 വെറൈറ്റി ഗപ്പികളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ടതായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തുടക്കക്കാരൊക്കെ വിളിക്കാം. 5-ൽ കൂടുതൽ വെറൈറ്റി ഗപ്പികളുടെ ബ്രീഡ് ചെയ്യുന്നവർക്കും നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മൾ വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തുന്നവരെ ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. എൻ്റെ പേര് അരുൺ. എൻ്റെ വീട് ഇപ്പോൾ പുളിപ്പറമ്പാണ്. പൊയ്യ പൂപ്പത്തി റൂട്ടിൻ്റെ സെൻറ്ററായിട്ട് വരും പുളിപ്പറമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ നിസ്സാരമായിട്ടുള്ളൂ. ജസ്റ്റ് 1 മാസത്തോളം ആവണുള്ളൂ ഞാനിപ്പോൾ തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലാണ് ഞാനിപ്പോൾ തുടങ്ങിയേക്കണത്. പിന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് ഇതേപോലെ കുഞ്ഞി ഇത് വാങ്ങിയേക്കാണ്. ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് എടുത്തത്. ഹോൾസെയിൽ റേറ്റിൽ ഇപ്പോൾ നമുക്ക് കിട്ടി 75 രൂപ. ആ റേറ്റിൽ നമുക്കിപ്പോൾ കിട്ടി. പിന്നെ ബ്രീഡിങ് കേജായിട്ട് നമ്മൾ ഈ വീട്ടിലൊക്കെ യൂസ് ചെയ്യില്ല, നമ്മൾ ഈ അരിക്കാനൊക്കെ ആയിട്ട്, മീൻസ് ചോറൊക്കെ ഊറ്റാനും അതിനൊക്കെ യൂസ് ചെയ്യണ ഈ കൊട്ടയാണ് നമ്മൾ ബ്രീഡിങ് കേജായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിപ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് തുടങ്ങാനായിട്ട് എനിക്കിപ്പോൾ പ്ലാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ മഴയുടെ സീസൺ ആയതുകൊണ്ട് വീടിൻ്റെ മുകളിൽ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയേക്കുന്നതാണ്. കുറച്ചാളോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് ജസ്റ്റ് ഒരു പറമ്പുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു ക്ലൈമറ്റാണ്, ഒരു ഫാമിനൊക്കെ തുടങ്ങാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാം ചേഞ്ച് ചെയ്ത് കുറച്ചും കൂടിയും വലുതായിട്ട് തുടങ്ങാനായിട്ടാണ് പ്ലാൻ. ഇപ്പോൾ ജസ്റ്റ് ഒരു തുടക്കം നമ്മുടെ. ഇതിപ്പോൾ ഇങ്ങനെ ഗപ്പി ബ്രീഡിങ്ങിലേക്ക് വന്നത് കൂടുതലും ആദ്യം വളർത്തിയിരുന്നു. പിന്നെ മീൻസ് അങ്ങനെ വിൽക്കാനായിട്ടില്ല, അല്ലാണ്ട് ഇങ്ങനെ ആദ്യം കുറച്ച് ഇങ്ങനെ വളർത്തിയിരുന്നു. പിന്നെ അത് നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മീൻ മേടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നി നമുക്കും ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിക്കൂടെ, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കില്ലേ, സ്വന്തമായിട്ടൊരു വരുമാനം നമുക്ക്. അപ്പം അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിൽ അങ്ങനെ തുടങ്ങിയേക്കുന്നതാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഗപ്പികളത്തെ സെയിലൊക്കെ തുടങ്ങിയൂടെ? സെയിലിപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ഹോൾസെയിലായിട്ട് അങ്ങനെ കൊടുത്തിരുന്നില്ല, ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ സെയിലൊക്കെ. ഗപ്പികളത്തിൽ ലാഭകരമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണ്. നമുക്ക് എന്താ പറയുക, ഒരു ആഗ്രഹം മതി വളർത്താനായിട്ടുള്ള. പിന്നെ നമ്മൾ നോക്കണനുസരിച്ചിരിക്കും നമ്മൾ കൂടുതലല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നിനായിട്ട് വെറൈറ്റികളെ പരിചയപ്പെടാമല്ലേ? ഓക്കെ. ഇതേത് ഐറ്റം തന്നെ? ഇതിപ്പോൾ സ്നേക്ക് റെഡ് ഡ്രാഗണാണിത്. ഇത് മാർക്കറ്റ് 500 രൂപ വരെ വില ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കണത് ഇപ്പോൾ 150 ആ ഒരു റേഞ്ചിലാണ് നമ്മളിപ്പോൾ കൊടുക്കണത്. ഇതിൻ്റെ ഇപ്പം ഞാനിത് ബ്രീഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞോട്ട് 1.5 മാസം, അതിനുള്ളിൽ നമുക്ക് അതിൻ്റെ ബ്രീഡിങ് സൈസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനെ കൊടുക്കാറായിട്ടല്ലോ, ഒരു 1.5 മാസം വെയിറ്റ് ചെയ്യണല്ലേ? 1.5 മാസം ഇതിൻ്റെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇതിപ്പോൾ എടുത്തപ്പോൾ എത്ര റേറ്റ് ആയി? ഇതിപ്പോൾ ഞാൻ എടുത്തത് ഇപ്പോൾ 200 ആ ഒരു റേഞ്ചിലാണ് ഞാനിപ്പോൾ എടുത്തേക്കണത്. ഇതിപ്പോൾ നന്നായിട്ട് ബ്രീഡായി കിട്ടുന്നുണ്ടോ ഇവിടെ? അത് നല്ലോണം കുഞ്ഞ് നമുക്ക് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡാണ്. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് സെയിലുണ്ട്. നമ്മുടെ അടുത്ത് ഒരു എങ്ങനെ എന്നാലൊരു 10-25 പേർ നമ്മുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനായിട്ടുണ്ട്. ഇത് എത്ര റേറ്റ് വെച്ച് പറഞ്ഞാൽ? ഇത് റേറ്റ് 100 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെയർ 100 രൂപ അല്ലേ? പെയർ 100 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ കൊറിയർ ഉണ്ടോ? കൊറിയർ നമ്മൾ ചെയ്യാറില്ല. പിന്നെ ഇത്ര ഇതാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, നമുക്ക് കുഴപ്പമില്ല.
അങ്ങനെയല്ല, ഇതിപ്പോൾ 10-20 പേരുണ്ടാവും അവരെ കൊടുക്കാൻ. 10-20 പേര് നമുക്ക് ഉണ്ടാവും ഇത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളും നല്ലോണം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലേ, ഇതിപ്പോൾ ഇവിടുന്ന് ഹോൾസെയിലായിട്ട് കൊടുക്കണ്ട അല്ലെങ്കിൽ? ഇത് ഹോൾസെയിലായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം. എത്ര റേറ്റ്? അപ്പോൾ എത്ര പീസ് എടുക്കണം മിനിമം ഒരു 8 ആ ഒരു പീസൊക്കെ എടുക്കുകയാണെങ്കിൽ, മീൻസ് 8 പേർ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 80-75 ആ റേറ്റിൽ നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കാം അല്ലേ? ആ, ഇതൊക്കെ നന്നായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ പ്ലാറ്റിലോട്ട് നന്നായിട്ട് കുഞ്ഞിനെ ഇറങ്ങും. പിന്നെ ഇത് കുഞ്ഞിനെ അധികം തിന്നൂല. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്ന ടൈപ്പാണല്ലോ. അപ്പോൾ പിന്നെ കുഞ്ഞിനെ നല്ലോണം നമുക്ക് കിട്ടും ഇതിൻ്റെ. ഇതിപ്പോൾ നമ്മുടെ ജർമ്മൻ റെഡാണ് ഇത്. ഇത് നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് പേരുണ്ടാവും. ഹോൾസെയിൽ അങ്ങനെ കൊടുക്കാനായിട്ടുണ്ടാവില്ല, എന്നാലൊരു 10-15 പേര് നമ്മുടെ അടുത്ത് എങ്ങനെ വന്നാലും ഉണ്ടാവും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 100 രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങി കിട്ടുന്ന ടൈപ്പാണല്ലോ. അത്യാവശ്യം നമുക്ക് ഇറങ്ങണതാണ്. ഇതിപ്പോൾ കൊടുക്കാനുണ്ടല്ലോ കുറച്ചൊക്കെ? ഇത് കുറച്ച് കൊടുക്കാനുണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ, ഇതിപ്പോൾ മിൽക്കി ഗോൾഡാണ് ഇത്. ഇത് നമ്മുടെ അടുത്ത് ഇപ്പോൾ പെയർ കുറവാണ് നമ്മുടെ അടുത്ത്. ഇതിപ്പോൾ ഇതിൻ്റെ ഫീമെയിലാണ് നമ്മുടെ അടുത്ത് കൂടുതലുള്ളത്. കിട്ടിയപ്പോൾ മെയിൽ കുറവായതുകൊണ്ട് ഫീമെയിലായിരുന്നു നമ്മുടെ അടുത്ത് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. ഇതിപ്പോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് 150 രൂപയ്ക്കാണ് ഇതിപ്പോൾ കൊടുക്കുന്നത്, മിൽക്കി ഗോൾഡ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഡ് മോയിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിന് റെഡ് കളർ കയറാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് ഫീഡും പിന്നെ പ്രിൻസ് വെയിനും ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇതിന് കൊടുക്കുന്നത്. ഇതിപ്പോൾ വൈറ്റ് കളറുള്ള ഐറ്റംസിനൊക്കെ, വൈറ്റും ലൈറ്റ് കളേഴ്സിനൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫുഡ് ശ്രദ്ധിക്കണം നമ്മൾ, അല്ലെങ്കിൽ സൈഡ് കളർ കയറും ഇതിന്. പ്രിൻസ് വെയിനൊക്കെ കൊടുക്കുമ്പോൾ റെഡ് കളർ കൂടുതൽ കയറി വരില്ലേ? ഇത് നമ്മളിപ്പോൾ മൊയിനൊക്കെ കൊടുക്കുമ്പോഴാണ്, റെഡ് മൊയിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിന് ശരിക്കും കളർ വേറെ കയറും, ഇതിന് റെഡായിട്ട് കയറും. ഓക്കെ, ഇത് നമ്മുടെ കോബ്രയാണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് റെഡ് ഇറങ്ങുന്നുണ്ട്, പിന്നെ ഈ യെല്ലോ ബ്ലാക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കോബ്ര. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ 100 രൂപയ്ക്ക് തന്നെയാണ് കോബ്രയും കൊടുക്കുന്നത് നമ്മൾ. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് പേര് കൊടുക്കാനുണ്ട്, ഒരു 10-15 പേര് ഇതും ഉണ്ടാവും എങ്ങനെ വന്നാലും കൊടുക്കാനായിട്ട്. എത്ര റേറ്റ് വരുന്നത്? ഇതിൻ്റെ 100 തന്നെ. 100 തന്നെയല്ലേ? ഇതിപ്പോൾ ഇതിൽ 2 കളർ ഇറങ്ങൂല നമുക്ക്? 2 കളർ ഇറങ്ങുന്നുണ്ട്. ബ്രീഡിങ് സൈസാണോ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ? ബ്രീഡിങ് സൈസ് ആയി വന്നേക്കുന്നതാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറേ ഉള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക്. ഇതിൻ്റെ കുഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഇതും കുഞ്ഞിനെ അധികം തിന്നണില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അങ്ങനെ ബ്രീഡിങ് നമ്മൾ മറ്റോണം മാറ്റിയിട്ട് ബ്രീഡിങ് കേജ് ഇട്ട് നമ്മളിപ്പോൾ അധികം ചെയ്യാറില്ല ഇതിൻ്റെ. ഇത് വൈറ്റ് ടോച്ചറോ ബ്രീഡാണിത്. ഇതിൻ്റെയും ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതിനും റെഡ് മോയിനെ കൊടുക്കുകയാണെങ്കിൽ ടെയിലിനൊക്കെ ഭയങ്കരമായിട്ട് റെഡ് കളർ കയറും. ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് നമുക്ക് ചേഞ്ച് ആവും ഇതിൻ്റെ. ഇതിപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളത്. ഇത് നല്ല ക്വാളിറ്റിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ എത്ര റേറ്റ് വേണം ഇതിൻ്റെ? ഇതിപ്പോൾ 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് ടോക്സിഡോ. വൈറ്റ് ടോക്സിഡോ നല്ല അടിപൊളി ലെങ്ത്തും വാലിന്. ഇതിപ്പോൾ കൊടുക്കാനുണ്ടോ ഇവിടെ അത്യാവശ്യം? ഇത് കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്തുണ്ട്. ഇപ്പോൾ ഒരു അധികമില്ല, 5-8 പേർ നമുക്ക് എങ്ങനെ വന്നാലും നമ്മുടെ അടുത്ത് കൊടുക്കാനുണ്ട്. ഇത് പിന്നെ ഒരു കുഞ്ഞ് നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ നല്ലതായിട്ട് ബ്രീഡാണല്ലോ ഇവിടെ. കുഞ്ഞ് നല്ലോണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ ബ്രീഡാണിത്. ഇതിപ്പോൾ ഫസ്റ്റ് ബാച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങിയേക്കുന്നതാണിത്. കുഞ്ഞുങ്ങളിറങ്ങി അതിൻ്റെ ബ്രീഡിങ് സൈസ് അയക്കണ ഒരു ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് കുറച്ചുകൂടി ഗ്രോത്ത് എത്താനുണ്ട്, കളർ കുറച്ചുകൂടി കയറാനുണ്ട് ഇതിൻ്റെ. ഇപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ കളർ കുറച്ചുകൂടി ഇതിൻ്റെ കയറും. ഇതിപ്പോൾ കൊടുക്കാറായതാണോ? ഇത് കൊടുക്കാറായതാണ്. ഇപ്പോൾ ബ്രീഡിങ് സൈസാണ് ഇത്. എത്ര റേറ്റ് വേണം? ഇത് 100 രൂപയ്ക്കാണ് കൊടുക്കണത് ഇലക്ട്രിക് ബ്ലൂ. അല്ലേ? ഇതിപ്പോൾ എത്ര പേരുണ്ടാവും കൊടുക്കാനായിട്ട്? ഇപ്പോൾ ഇത് 10-15 പേർ അങ്ങനെ വന്നാലുണ്ട്. പിന്നെ അടുത്ത ബാച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇതൊക്കെ നന്നായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുള്ള ടൈപ്പ്? നല്ലോണം കുഞ്ഞുങ്ങൾ ഇറങ്ങും. ഇലക്ട്രിക് ബ്ലൂവിൻ്റെ നല്ലോണം കുഞ്ഞുങ്ങൾ ഇറങ്ങും നമുക്ക്.
ഇതിപ്പോൾ നമ്മുടെ അമറോ ബ്ലാക്ക് ബ്രീഡാണ്. ഇത് നല്ലോണം കുഞ്ഞുങ്ങൾ, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നതാണ് അമറോ ബ്ലാക്ക്. നല്ലോണം ഇറങ്ങും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ബ്ലൂ പോലെ ഒരു ലൈൻ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റേ ജെറ്റ് ബ്ലാക്കിനേക്കാളും പ്രത്യേകതയായിട്ട് നിൽക്കുന്നത് അതാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ നല്ലോണം വലിപ്പം വയ്ക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ നമുക്ക് നല്ലോണം കുഞ്ഞുങ്ങളെ കിട്ടും. അതുകൊണ്ട് ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് 100 രൂപയ്ക്ക് തന്നെ കൊടുക്കണേ. 100 രൂപ തന്നെയല്ലേ? ആ, ഇതിപ്പോൾ കൊടുക്കാനായിട്ടുണ്ടല്ലോ? ഇത് കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് ഇപ്പം ഉണ്ട്. 10-30 പേര് എങ്ങനെയാണെന്നാലും ഇത് കൊടുക്കാനുണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ കുഞ്ഞുങ്ങളും നമ്മുടെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. ഫീമെയിലൊക്കെ ഭയങ്കര സൈസ് ഉണ്ടല്ലോ മെയിലിന് വെച്ച് നോക്കും. മെയിലിന് വെച്ച് നോക്കുമ്പോൾ ഫീമെയിൽ നല്ല സൈസാണിത്. ഭയങ്കര എനർജറ്റിക് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടിയിൽ കുറച്ചൊക്കെ കാണും. ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിരിക്കുള്ളൂ. ഫുഡ് നന്നായിട്ട് കഴിക്കും. ഇത് നമ്മുടെ ഉള്ള ഇനിയിപ്പോൾ ലാസ്റ്റ് വെറൈറ്റി ആണെന്നുള്ളത് ഇതിപ്പോൾ? ആ, നമ്മുടെ ഉള്ളതിൽ ലാസ്റ്റ് വെറൈറ്റി ആണിത്. ഇവിടെ ഇപ്പോൾ ഫുഡ് കൊടുക്കണ ഗപ്പീസിന് ഞാനിപ്പോൾ പ്രിൻസ് വെയിനും ടോപ്പ് ഫീഡും പിന്നെ ബ്ലഡ് വോംസിൻ്റെ ഫ്ലേക്സാണ് കൊടുക്കുന്നത്. മൊയിന കൾച്ചർ ഇപ്പോൾ ഉണ്ടായിരുന്നു. മൊയിനിപ്പോൾ പോയേക്കണാരുണ്ട്. മൊയിനിപ്പോൾ കുറച്ചാളത്തേക്ക് നമ്മളിപ്പോൾ നിർത്തിയാക്കണതാണ്. ലൈവ് ഫുഡ് മൊയിന മാത്രമല്ല കൊടുത്തിരുന്നത്? ആ, മൊയിന മാത്രം കൊടുത്തിരുന്നത്. ഇവിടെ കൊടുത്തിരുന്ന ഫുഡുകളൊന്ന് പരിചയപ്പെടുത്തുമോ? ആ, ഓക്കെ. ഇതിപ്പോൾ ടോപ്പ് ഫീഡാണ്. ഇതിപ്പോൾ ടോപ്പ് ഫീഡ് നമ്മൾ മേടിച്ച് പോലെയല്ല ഇട്ട് കൊടുക്കണേ. നേരെ മേടിച്ചിട്ട് നമ്മൾ തരിതരായിട്ട് ഭയങ്കരമായിട്ട് മിക്സിയിലിട്ട് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് പൊടിച്ചെടുക്കും. ഭയങ്കരമായിട്ട് പൊടി പോലെയാണ് നമ്മളിപ്പോൾ അത് കൊടുക്കണത് ടോപ്പ് ഫീഡ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ വെള്ളത്തിൻ്റെ മുകളിൽ ഇത് പൊന്തി കിടന്നോളും. മറ്റേന്ന് വെച്ച് കഴിയുമ്പോൾ പല്ലറ്റ് പോലെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി അടിയിലോട്ട് പെട്ടെന്ന് താന്നു പോകും. ഇതിപ്പോൾ പൊടിച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ പൊന്തി കിടന്നോളും. അതിപ്പോൾ വേസ്റ്റ് ആവില്ല. എത്ര ആവശ്യം വരുന്നത്? ഇതിപ്പോൾ അരയുടെ ഒരു പാക്കറ്റിന് ഇത് 70-75 റേറ്റ് വന്നുള്ളൂ ടോപ്പ് ഫീഡ്. ടോപ്പ് ഫീഡല്ലേ? ആ, ഓക്കെ. അടുത്ത പിന്നെ ഫുഡ് കൊടുക്കും. ഓക്കെ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ബ്ലഡ് വോംസിൻ്റെ ഫ്ലേക്സ് ആണ്. ഇതിപ്പോൾ ഫ്ലേക്സ് അല്ലേ? ആ. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് 80 രൂപ റേറ്റ് വന്നുള്ളൂ. ഇതെടുത്തിട്ട് നേരെ നമ്മളിങ്ങനെ പൊടിച്ചു കൊടുക്കുക ചെയ്യണത്. ആ, പൊടിച്ചു കൊടുക്കുക. ആ, ഇത് ഈ റെഡ് കളർ കൊടുക്കുമ്പോൾ വൈറ്റിന് കൊടുക്കുമ്പോൾ പ്രശ്നമുണ്ടോ? ആ, വൈറ്റിന് കൊടുക്കുമ്പോൾ പ്രശ്നമുണ്ട്. അതുകൊണ്ട് വൈറ്റിന് ഇപ്പോൾ അധികം കൊടുക്കാറില്ല. റെഡ് കൊടുക്കണ്ടേ? ഓവറായിട്ട് കൊടുത്താൽ പ്രശ്നം വരാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ മീൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ ഫുഡായിട്ട് ഞാനിപ്പോൾ കൊടുക്കണേ. അങ്ങനെ മാറി മാറി കൊടുക്കുന്നത്. പിന്നെ കൊടുക്കാറുള്ളത് പ്രിൻസ് വെയിനാണിത്. പ്രിൻസ് വെയിനല്ലേ? ആ, പ്രിൻസ് വെയിൻ കുഞ്ഞുങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ സാധനം നല്ലോണം സ്മൂത്തായി ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുള്ളൂ. കൈ കൊണ്ട് പൊടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ചാൽ കൊടുക്കാറ്. പിന്നെ തള്ളാൾക്കാർക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാറ് ഞാൻ. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നുണ്ട് പ്രിൻസ് വെയിൻ? 300 രൂപ അടുത്ത് വരുന്നുണ്ട്. 300 രൂപ അടുത്ത് വരുന്നുണ്ടല്ലേ? ഓക്കെ. ഈ 3 ഫുഡാണല്ലോ ഇവിടെ മാറി 3 ഫുഡാണ് കൊടുക്കാറ്. പിന്നെ മൊയിന കൊടുക്കാറുണ്ടായിരുന്നു. മൊയിന ഇപ്പോൾ കൾച്ചർ പോയിക്കണാറുകൊണ്ട് മൊയിനിപ്പോൾ നിർത്തിയേക്കുന്നതാണ് നമ്മൾ. നല്ല റിസൾട്ട് ഉണ്ടല്ലോ ഈ ഫുഡ്? ആ, നല്ല റിസൾട്ട് ഉണ്ട്. പ്രിൻസ് വെയിനൊക്കെ ബെറ്ററാണ്. കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ട് പെട്ടെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ വെറൈറ്റി ഗപ്പികളൊക്കെ വാങ്ങണമെങ്കിൽ അരുണിൻ്റെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരുണിനെ വിളിച്ച് നോക്കിയാവുന്നതാണ്.